RSSനെതിരാണ്. പക്ഷേ RSS കൂടിക്കാഴ്ചയുടെ ADGPക്കെതിരെ നടപടി വേണ്ടേ? ഞങ്ങളുടെ പാർട്ടി പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോഗത്തിൽ ആവശ്യപ്പെടുമോ? യോഗത്തിൻ്റെ അജണ്ട നോക്കട്ടെ. നടപടി വേണ്ടേ? നടപടി തീർച്ചയായിട്ടും വേണം. അല്ലല്ല, RSSനെ കുറിച്ച് രാഷ്ട്രീയ ജനതാദളിന് എന്നും ഉറച്ച നിലപാടാണ്. ഇതൊരു പ്രധാനപ്പെട്ട സംഘടനയല്ല, ഇത് ജനങ്ങളുടെ മനസ്സിനെ ഭിന്നിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ ഗവൺമെൻറ് നയങ്ങൾക്ക് ചേരുന്ന രീതിയിൽ വേണം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ടത്. അന്വേഷണം എനിക്ക് ആവശ്യമുണ്ട്. ഒരു മാസത്തെ അന്വേഷണമൊക്കെ പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? അന്വേഷണം ഇതിനെ സംബന്ധിച്ചല്ലല്ലോ. അന്വേഷണം നടപടി തന്നെയാണ് വേണ്ടത്. അന്വേഷണം അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP പോയി കണ്ടു എന്നുള്ളതാണ്. അത് ഒരു ഇടതുപക്ഷ പുരോഗമന മതേതരത്വ ഗവൺമെൻറ് നയങ്ങൾക്ക് യോജിച്ചതല്ല. അക്കാര്യത്തിലുള്ള ഒരു നിലപാട് LDF ഇന്ന് അറിയിക്കും. LDF അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ആ വിഷയം ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി വേണം എന്നൊരു അഭിപ്രായം ഉണ്ട്. ഈ ഉദ്യോഗസ്ഥനെ മാറ്റണം, അതായത് ഇനി ഒരു അന്വേഷണം നടത്തി RSSൻ്റെ ദേശീയ തലത്തിലുള്ള നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഉദ്യോഗസ്ഥന് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണം. ആ നിലപാട് തന്നെയാണ് LDF ഉന്നയിക്കുന്നത്. എല്ലാ കാലത്തും ആ നിലപാടാണ്. ഞങ്ങൾ ജനതാ പാർട്ടി രൂപീകരിച്ച് തന്നെ RSSനെ പുറത്താക്കിക്കൊണ്ടാണ്. RSSനെ പുറത്താക്കിയാണ് ജനതാ പാർട്ടി. അങ്ങനെയാണ് BJP ഉണ്ടാവുന്നതും ജനതാ പാർട്ടി ഉണ്ടാകുന്നത്.